അസ്സലാമലൈക്കും. ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് അങ്ങനെ പോകുന്നുണ്ട്. നമ്മുടെ ഫസ്റ്റ് നോമ്പിൻ്റെ വ്ളോഗാണ് കേട്ടോ ഈ കാണുന്നത്. ഒരു 3:45 ആകുമ്പോൾ എണിച്ചിട്ടുണ്ടായിരുന്നു. അടുക്കളയിൽ പോകുമ്പോൾ ഒരു 4 മണി 3:50 4 മണിയൊക്കെ ആവാനായിട്ടോ. അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ ഒഴിച്ച് വെച്ച നമ്മുടെ തൈരായിട്ടുണ്ടായിരുന്നു. അതൊന്നും എടുത്ത് മാറ്റി. പിന്നെ ചോറ് ഞാൻ കുക്കറിലാക്കിയിട്ട് ഒരു വിസിലടുപ്പിച്ചിട്ട് പോവാറാണ് കേട്ടോ. പിന്നെ നമ്മൾ അത്താഴത്തിന് എണിച്ചിട്ടാണ് ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാറുള്ളത്. അങ്ങനെ ആകുമ്പോൾ നല്ല തിളച്ച ചൂട് ചോറ് കിട്ടും കേട്ടോ. പിന്നെ ഇതാ ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇന്നലെ മസാല കൂട്ടിയ ചിക്കനാണ്. പിന്നെ അതിന് ശേഷം നമ്മൾ പരിപ്പിച്ചാറ് ഉണ്ടാക്കിയതും ഇവിടെ ഞാനൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതാ വേഗം ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കിയിട്ട് കുട്ടികളെ വിളിച്ച് വിടണം. അതേപോലെ ഞാൻ ചോറൊന്നും കഴിക്കാറില്ല അത്താഴത്തിന്. ഇനിയിപ്പോൾ നാളെ മുതൽ എന്തെങ്കിലും ഓവർനൈറ്റ് ഓട്സ് ഒക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിക്കും. പക്ഷെ എനിക്ക് ഫുഡ് കഴിക്കാൻ വയ്ക്കുമെന്നാണൊരു ഇത്. നമ്മൾ നോമ്പെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ നമുക്ക് വയറൊക്കെ ചുരുങ്ങുമല്ലോ. നോക്കാം. പിന്നെ ഉപ്പേരി ഉണ്ടാക്കിയെന്ന് അതൊന്ന് ചൂടാക്കിയെടുത്തു. ഫ്രൈ ആയിട്ടുണ്ടായിരുന്നു. കറിയും തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ പരിപ്പ് കറി വെക്കുമ്പോൾ 2 ദിവസത്തിന് ചേർത്ത് വെക്കാറാണ്. നോമ്പായതുകൊണ്ട് ഫുൾ ടൈം കുക്കിംഗ് ശരിയാ വേണ്ടാന്ന് വിചാരിച്ചിട്ടാ. അങ്ങനെ ഞാനിതാ ഒരു 2-3 ഡേറ്റ്സും ഒരു പീസ് ചിക്കനും പിന്നെ ഒരു റോബസ്റ്റ് പഴം പിന്നെ ആ ഒരു ബോട്ടിലിന് 2 ബോട്ടിൽ വെള്ളം കുടിക്കാറുണ്ട് സാറിന് എണിച്ചു കഴിഞ്ഞാൽ, അതായത് അത്താഴത്തിന് എണിച്ചു കഴിഞ്ഞാൽ. പിന്നെ എല്ലാവരും കഴിക്കാൻ വേണ്ടിയിരുന്നു. ആ സമയം കൊണ്ട് ഞാൻ വേഗം ചായ ഒക്കെ ഉണ്ടാക്കിയെടുക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം 5:30 ആകുന്നുണ്ട് ബാങ്ക് കൊടുക്കാൻ. അപ്പം 3:50 എണീക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ നമുക്കൊന്ന് റിലാക്സ് ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാലോ അത് വിചാരിച്ചിട്ടാണ് ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും എണിച്ചത് കേട്ടോ. അങ്ങനെ നമ്മുടെ ചായ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ തൈര് കറി ബാലൻസ് ഉള്ളതൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ ചായ അരിച്ചും കൂടെ എടുത്ത് അതിനെ നൂറ്റിയെടുത്ത് ഇനി ചായ കുടിക്കും. ചായ കുടിക്കുമ്പോഴാണ് ഞാൻ പൊതുവെ ചായൻ്റെ കൂടെ അങ്ങനെ പഴം കഴിക്കാറാണ് കേട്ടോ എനിക്ക് ശീലം. കുറേ വർഷങ്ങളായിട്ട് ഞാൻ നോമ്പ് അങ്ങനെയാണ് എടുക്കാറ്. രാവിലെ അങ്ങനെ ചോറ് കാര്യങ്ങളൊന്നും കഴിക്കാറില്ല. ഞാനും ഹസ്ബൻഡും അങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നെ നോക്കുമ്പോൾ സമയം ആയിക്കൊണ്ട് വരുന്നുണ്ട്. പിന്നെ ഞാൻ വേഗം പോയിട്ട് സുബൈ നിസ്കരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. ബാങ്ക് കൊടുക്കുമ്പോഴേക്കും കുറച്ച് സമയം ഓതാന്ന് വിചാരിച്ചു കേട്ടോ. ഓതി കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഇങ്ങനെ കിടക്കാറുണ്ട്. പിന്നെ എണിക്കുമ്പോൾ 7:30-8 മണിയൊക്കെ ആവും ഞാൻ എണിക്കുമ്പോൾ കേട്ടോ. എണിക്കണം എന്ന് വിചാരിക്കും, പക്ഷെ കണ്ണ് തുറയൂല. അതാണൊരു പ്രശ്നം. നമ്മൾ ഈ ഒരു സംഭവം എല്ലാം കൂടെ കൊണ്ടുപോകുമ്പോൾ രാത്രി ചിലപ്പോൾ ഉറങ്ങാനൊക്കെ 11:30 ഒക്കെ ആവുമ്പോൾ നമുക്ക് ആകെ അവിടെ ഒരു 2 മണിക്കൂറേ ഉറങ്ങാൻ സമയം കിട്ടുള്ളൂ. 2-3 മണിക്കൂറേ ഉറങ്ങാൻ സമയം കിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ രാവിലെ എണിക്കാന്നൊക്കെ വിചാരിക്കുമ്പോൾ നടക്കണേ ഇല്ല. കുട്ടികൾ സ്കൂളിൽ പോകാൻ നേരത്താണ് കേട്ടോ ഞാൻ എണിച്ചു വരാറ്. നിങ്ങളൊക്കെ എത്ര മണിക്കാണ് എണിക്കാറ് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇതാ വേഗം വന്നിട്ട് ഞാൻ ഇവിടെ ഈ പറഞ്ഞ പോലെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ചെടുക്കുന്നുണ്ട്. ഇന്നിപ്പോൾ എന്താണ്, ഞാൻ സമൂസയും കട്ട്ലറ്റിൻ്റെ ഒക്കെ ഫില്ലിങ് ഉണ്ടാക്കി വെക്കാറുണ്ട്. ഇപ്രാവശ്യം ഞാൻ അതൊന്നും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഒക്കെ ഇങ്ങനെ അന്നന്ന് ഉണ്ടാക്കാന്നുള്ളൊരു പ്ലാനും ഉണ്ടായതുകൊണ്ടാണ്. പക്ഷെ എപ്പോഴും സമൂസ കട്ട്ലറ്റിന്റെ ഫില്ലിങ് എപ്പോഴും ഞാൻ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കും കേട്ടോ. നോമ്പ് കഴിയണ വരെ അതൊരു ശീലമായിപ്പോയി. പിന്നെ ബാക്കിയുള്ളത് സ്പെഷ്യലുകളൊക്കെ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കിയിട്ട് എടുക്കാറ്. അങ്ങനെ ഓരോ ഭാഗത്തും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു. തുണികളൊക്കെ ഒന്ന് വാഷിങ്ങിന് ഇട്ടു. ഇനി അടിച്ചു വാരി എടുക്കൽ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ മുറ്റം ഒന്ന് അടിച്ചു വാരണം ബാക്ക് സൈഡ് കേട്ടോ. ഫ്രണ്ട് സൈഡിൽ ഒരുപാട് അഴുക്കും കാര്യങ്ങളൊന്നുമില്ല. അപ്പം മുറ്റം ഒന്ന് അടിച്ചു വാരി എടുക്കണം. അങ്ങനെ നമ്മളിതാ സെറ്റിയൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി ശരിയാക്കി എടുത്തു. പിന്നെ നമ്മുടെ മുട്ടപ്പുളിക്ക് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പാലക്കാടൻ സ്പെഷ്യൽ മുട്ടപ്പുളിയാണ് കേട്ടോ. അതായത് കടുക് പൊട്ടിക്കുമ്പോൾ വെളുത്തുള്ളി ചതച്ചിടണം, അതാണ് ടേസ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. നെക്സ്റ്റ് ടൈം നോക്കാം. കടുക് ഇടുവോ മുട്ടപ്പുളിയിൽ? ഇല്ലല്ലോ, ജീരകവും ഉലുവല്ലേ ഇടുക. ഓക്കെ. റംലാൻ കരീം എന്ന് പറഞ്ഞിട്ട് കുറേ പേര് എന്താ പറയുക മെസ്സേജ് ആക്കിയിട്ടുണ്ട്. റംലാൻ കരീം പടി മീൻസ് ബെഞ്ചാണ് അത്രേ. ബെഞ്ച് എന്നും പറയാൻ പറ്റില്ല, ഇത് കുറച്ച് വീതി ഉള്ളതാ. ബെഞ്ച് പറഞ്ഞാൽ അങ്ങനെ വീതി ഉണ്ടാവില്ലല്ലോ. ഇത് നല്ല വീതിയുള്ള, നമുക്ക് കിടക്കുകയൊക്കെ ചെയ്യാം. എന്നാൽ കട്ടിലിന്റെ ഉയരം ഉണ്ടാവില്ല. ഇനിയിപ്പോൾ എനിക്ക് തെറ്റിപ്പോയോ അറിയില്ല, എന്തോ ആട്ടെ. അപ്പം നമുക്ക് കട്ട്ലറ്റിനും ഇതിനും വേണ്ടിയിട്ടുള്ള ചിക്കൻ വേവിക്കാൻ വേണ്ടി വെച്ചു. നമ്മുടെ നെയ്യ് ഇതാണ് കേട്ടോ. ഞാൻ ഇതുവരെ വീഡിയോയിൽ കാണിച്ചിട്ടില്ലല്ലോ. നല്ല ഫ്രഷ് നെയ്യാണ്. വേണ്ടവരൊന്ന് ഓർഡർ ചെയ്യാം കേട്ടോ.
അപ്പോൾ ചിക്കൻ ഒന്ന് ഞാൻ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ പൊട്ടറ്റോ ഒന്ന് പീൽ ചെയ്തും കൂടെ എടുക്കുന്നുണ്ട്. ഉള്ളി എടുക്കുന്നുണ്ട് കേട്ടോ. 2 പലഹാരത്തിന് നമുക്ക് ഉള്ളി വേണം അത്യാവശ്യം. അപ്പോൾ ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു 8-10 ഉള്ളി എടുത്തിട്ടുണ്ട്. ഭയങ്കര വലുപ്പമൊന്നുമില്ല. അങ്ങനെ ഇതാ ഉരുളക്കിഴങ്ങ്, വലിയ ഉരുളക്കിഴങ്ങായിരുന്നു. നമുക്ക് എന്താ പറയുക, സമൂസയ്ക്കും വേണം കട്ട്ലറ്റിനും വേണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും എടുത്തിട്ടുള്ളത്. ഉള്ളിയാണെങ്കിലും അതിനെയൊക്കെ ഒന്ന് നന്നാക്കി ഞാൻ കഴുകാൻ എടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ വേഗം വേഗം തൊലിച്ചെടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ കുക്കറിൽ വിസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നോമ്പായപ്പം കട്ട്ലറ്റും സമൂസയും ഇല്ലാണ്ട് ഫസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാറേ ഇല്ല. എല്ലാ നോമ്പിനും അങ്ങനെ തന്നെയാണ്. പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇതുപോലെ 2 പീസാക്കിയിട്ട് കുക്കറിലൊന്ന് വേവിക്കാനും കൂടെ വേണ്ടി വെച്ചു. ഒരു ഭാഗത്ത് ചിക്കൻ ആവുന്നുണ്ട്, ഒരു ഭാഗത്ത് കിഴങ്ങും ആവുന്നുണ്ട്. സാധാരണ രണ്ടും ഒന്നിച്ച് വേവിക്കാറാണ്. പക്ഷേ ചിക്കൻ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് ഞാൻ രണ്ട് കുക്കറിൽ വേവിച്ചെടുത്തു. പിന്നെ നമ്മുടെ ഉള്ളി ഒന്ന് ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ചോപ്പറിലും ഇടാം. അപ്പോൾ ചോപ്പറിൻ്റെ വിശദമായിട്ടുള്ള ഒരു വീഡിയോ കാണിക്കുമോ ചോദിക്കുന്നുണ്ടായിരുന്നു. ചോപ്പർ അല്ലാതെ ഞാൻ കാണിക്കാം കേട്ടോ ഒരു ദിവസം. അങ്ങനെ ചട്ടി വെച്ച് കൊടുത്ത് എണ്ണ ഒഴിച്ചു കൊടുത്തു. നമ്മളൊരു 3-4 വലിയുള്ളി ചെറുതായതുകൊണ്ട് ഇട്ട് കൊടുത്ത് ഉപ്പിട്ടിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. സമൂസയുടെ ഫില്ലിംഗ് ആണ് ഫസ്റ്റ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഒരു ഉരുളക്കിഴങ്ങ് ചോപ്പ് ചെയ്തതും അതുപോലെ ക്യാപ്സിക്കം ചെറിയൊരു പീസും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ കേട്ടോ. കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നന്നായിട്ട് തന്നെ നമ്മളിവിടെ ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ചിക്കൻ ഇവിടെ ആയിട്ടുണ്ടായിരുന്നു. ഞാൻ അതിനെ ഒന്ന് ഓപ്പൺ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഉപ്പ് മാത്രം ഇട്ടിട്ടാണ് വേവിച്ചത്. ഇനിയിപ്പോൾ ഇത് ഞാൻ നമ്മുടെ ഈ ഒരു ചോപ്പറിൽ ഇട്ടിട്ടൊന്ന് ചോപ്പ് ചെയ്യാന്ന് വിചാരിച്ചു. ഒന്ന് കറക്കി എടുത്താൽ ഇതിങ്ങനെ വേർതിരിഞ്ഞു വരും, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഞാനിതാ നമ്മുടെ പാത്രത്തിലോട്ട് ഇട്ടപ്പോൾ അതിൽ കുറച്ച് എല്ലൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. അതിനൊക്കെ ഒന്ന് മാറ്റി. കാര്യമായിട്ട് സമൂസയും കട്ട്ലറ്റും ഒക്കെ ഭയങ്കര ടേസ്റ്റിൽ കഴിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ അങ്ങ് എല്ല് തറച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ. അപ്പം അതൊക്കെ മാറ്റി നമ്മളിവിടെ ഉള്ളി ഉരുളക്കിഴങ്ങൊക്കെ ആയ ശേഷം ഞാൻ ചിക്കനും അതിലോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി നമുക്കിതിലോട്ട് പൊടികളാണ് വേണ്ടത്. ഞാനിവിടെ ഒരു 3/4 സ്പൂണോളം കുരുമുളക് പൊടി ചേർത്തെടുക്കുന്നുണ്ട്. പിന്നെ 1.5 സ്പൂൺ ചിക്കൻ മസാല ഇല്ലാണ്ട് ഞാൻ ഇങ്ങനത്തെ പലഹാരങ്ങളൊന്നും ഉണ്ടാക്കാറില്ല. 1/2 സ്പൂൺ മുളക് പൊടി, ഇത്ര മാത്രമേ ഞാൻ മസാല ഇടാറുള്ളൂ കേട്ടോ. ഇത് കുരുമുളക് മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കുക. അതായത് 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കുക കേട്ടോ. പിന്നെ നമ്മൾ കുറച്ചുകൂടെ മല്ലിയില ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇതൊരു ബോക്സിലോട്ട് നമ്മൾ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരു 3 ദിവസം സമൂസ ഉണ്ടാക്കേണ്ട ഫില്ലിങ് റെഡി കേട്ടോ. ഇനി നെക്സ്റ്റ് ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് വേറെ ഫില്ലിങ് നോക്കാം. പിന്നെ കട്ട്ലറ്റിനുള്ള ഫില്ലിംഗ് ആണ്. ഇതുപോലെ തന്നെ 3-4 ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് നമ്മുടെ കുരുമുളക് പൊടി 1/2 സ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 1 സ്പൂൺ മുളക് പൊടി, 1.5 സ്പൂണ് നമ്മുടെ ചിക്കൻ മസാല, 1/2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂൺ. ഇനി ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനിതിലോട്ട് സ്വീറ്റ് ചില്ലി ഗാർലിക് സോസ് അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് മാത്രം ഒഴിച്ചാലും മതി. ഞാൻ രണ്ടും കൂടെ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് രണ്ടും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തത്. പിന്നെ അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്ത ശേഷം ചിക്കനും ആഡ് ചെയ്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ട് ആക്കിയെടുക്കുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് ഉടനെ ഉണ്ടാക്കണമെങ്കിൽ മയോണൈസൊക്കെ ആഡ് ചെയ്യുക കേട്ടോ. ക്രീമും ഒക്കെ ചീസില്ലേ അതൊക്കെ ആഡ് ചെയ്യുക. അപ്പുറത്ത് ഞാൻ പൊട്ടാറ്റോ ഒന്ന് കുത്തി ഉടയ്ക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് ഈ ഒരു ചിക്കൻ്റെ മിക്സ് അങ്ങ് ചേർത്തിട്ട് മുകളിൽ ധാരാളം മല്ലിയില അതുപോലെ ആക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്തി രണ്ടും കൂടെ നന്നായിട്ട് അങ്ങ് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള ഒരു ഫില്ലിങ് തന്നെ കിട്ടും. നമുക്ക് ഇത് വെച്ചിട്ട് പലതും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ബ്രെഡിൽ നമുക്ക് റോൾ ചെയ്തിട്ട് കഴിക്കാൻ പറ്റും, അല്ല കട്ട്ലറ്റ് ഉണ്ടാക്കാൻ പറ്റും, അങ്ങനത്തെ പല സംഭവങ്ങളും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ അങ്ങ് ഫില്ലിങ് റെഡിയാക്കി വെച്ച് രണ്ടിൻ്റെയും ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കാമെന്ന് വിചാരിച്ചു, ചൂടാറിയ ശേഷം കേട്ടോ. പിന്നെ മുന്തിരി ഇന്നലെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു 3-4 വെള്ളത്തിൽ കഴുകിയിട്ട് ഉപ്പിട്ടിട്ട് അവിടെ വെച്ചിട്ടുണ്ട്, വൈകുന്നേരം വരെ ഇരിക്കട്ടെ. പിന്നെ പച്ചമുന്തിരിയിലും അങ്ങനെ തന്നെ സെയിം രീതിയിൽ തന്നെ ചെയ്തു കേട്ടോ. പിന്നെ സവർണും കൂടെ വേണ്ടിയിട്ട് ഞാൻ ഉപ്പേരിയും കൂടെ ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട്. കറി നമുക്ക് കുറച്ച് ബാക്കി ഉണ്ടേനും. പിന്നെ വേഗം പോയി തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് കുറച്ച് നേരം റെസ്റ്റും ഒക്കെ എടുത്ത ശേഷമാണ് ഞാൻ പിന്നെ കിച്ചണിലോട്ട് വരുന്നത് കേട്ടോ. ഇനിയിപ്പോൾ കാര്യമായിട്ട് പണികളൊന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ നിങ്ങൾക്ക് അറിയാലോ ഇവിടെ പലഹാരം ഉണ്ടാക്കൽ വളരെ റെയറാണ്.
ആർക്കെങ്കിലും വേണം എന്ന് പറയുകയാണെങ്കിൽ അപ്പം ഞാൻ വല്ല ദോശയോ സാൻഡ്വിച്ചോ ഉണ്ടാക്കി കൊടുക്കും, അത്രേ ഉള്ളൂ. കാരണം പള്ളിയിൽ കുട്ടികൾ പോയി നോമ്പ് തുറന്ന് അവർ കഴിക്കാൻ അവിടുന്ന് തന്നെ മാക്സിമം കഴിക്കും. പിന്നെ ഞാനും ഉമ്മയും. ഉമ്മാക്ക് പിന്നെ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും വേണ്ട. എൻ്റെ അവസ്ഥ അങ്ങനെ തന്നെയാട്ടോ. ഈ ഒരു സമൂസ, കട്ട്ലറ്റ്, ഫ്രൂട്ട്സ്, ജ്യൂസ് ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും വേണ്ട. ജ്യൂസ് ഞാൻ അങ്ങനെ അങ്ങ് കുടിക്കൂല, ഇതൊന്നും വേണ്ട ഒരു ആവശ്യം ഉണ്ടാവാറില്ല. അങ്ങനെ നമ്മളിപ്പോൾ കഴിക്കാനുള്ള ഗ്രേപ്സും എടുത്തു വെക്കാനുള്ള ഗ്രേപ്സ് രണ്ട് പാത്രത്തിലാക്കിയിട്ട് കഴുകി എടുക്കുന്നുണ്ട്. പിന്നെ തണ്ണിമത്തന് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് 3-4 കഷ്ണങ്ങളാക്കിയിട്ട് വേണം ഫ്രിഡ്ജിൽ വെക്കാൻ, അല്ലെങ്കിൽ കൊള്ളൂല. അപ്പൊ ഇന്ന് കഴിക്കാനുള്ള തണ്ണിമത്തന്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ഞാനൊരു പാത്രത്തിൽ ഇതും കൂടെ ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാല് തണ്ണിമത്തന്റെ പരിപാടി അവിടെ കഴിയും കേട്ടോ. പിന്നെ ആപ്പിളും കൂടെ ഒന്ന് ചെത്തിയെടുത്ത് കഴിഞ്ഞാൽ ഇന്നത്തെ നോമ്പ് തുറക്കുള്ള ഫ്രൂട്ടിൻ്റെ ഏകദേശമൊക്കെ ഒന്ന് ആയിക്കഴിഞ്ഞു. കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ തണ്ണിമത്തൻ, ആപ്പിൾ, മുന്തിരി ഈ 3 കൂടെയാണ്, ഈ 4 ഐറ്റംസാണ് നമ്മളിന്ന് വെക്കുന്നത് കേട്ടോ. അതിനുശേഷം നമ്മൾ ആപ്പിൾ തൊലി കളഞ്ഞിട്ട് വട്ടത്തിലരിയാന്ന് വിചാരിച്ചു. വട്ടത്തിലരിയുമ്പോൾ ആപ്പിളിൻ്റെ കുരു കളയാൻ ശ്രദ്ധിക്കണം കേട്ടോ. ആപ്പിളിൻ്റെ കുരു അങ്ങനെ നല്ലതല്ല. എനിക്ക് ആപ്പിളിൻ്റെ കുരു കാണുമ്പോൾ എപ്പോഴും ആ ഒരു ഫിലിമായിട്ട് ഓർമ്മ വരിക. കുരു വെച്ചിട്ട് പൗഡറൊക്കെ ആക്കിയിട്ട് ഒരു ഹിന്ദി ഫിലിം ഉണ്ട്. ഇപ്പം നമുക്കിനി അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണ്ട. അങ്ങനെ ഇതൊന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേറ്റ്സ് എപ്പോഴും കഴുകിയിട്ട് വേണം കഴുകാറുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാൻ ആദ്യം തന്നെ ഇതുപോലെ 4-5 ഡേറ്റ്സ് എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ട് അതിനെ ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്ത് ഉള്ളിൽ ഒന്ന് കുരു കളഞ്ഞ് നോക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ കഴിക്കാൻ എളുപ്പമാണ്. കാരണം ചില സമയത്ത് നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുവച്ചാലേ നോമ്പ് തുറക്കേണ്ട സമയത്തായിരിക്കും ഇങ്ങനെ എടുക്കുമ്പോൾ അയ്യോ കേട് എന്നും പറഞ്ഞ് പിന്നെയും ഓടി വരണം. അപ്പം ഞാൻ ഇങ്ങനെ ആക്കിയിട്ട് വെക്കും കേട്ടോ. എല്ലാം നല്ലതായിരുന്നു, പേടിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. ശരിക്കും ഡേറ്റ്സിൻ്റെ ഉള്ളിൽ നന്നായിട്ട് നോക്കിയാൽ അറിയാം കേട്ടോ. ഇപ്പോഴും ഡേറ്റ്സിൻ്റെ ഉള്ളിൽ നോക്കിയാണ്ട് കഴിക്കുന്ന ആൾക്കാരുണ്ടോയെന്ന് അറിയില്ല. നോക്കിയിട്ട് കഴിക്കുക, ശ്രദ്ധിച്ചിട്ട് കഴിക്കുക. അതിൻ്റെ ഉള്ളിലും കുറേ പുഴുക്കളും അതും ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് നോക്കിയിട്ടേ കഴിക്കാറുള്ളൂ എപ്പോഴും. പിന്നെ നമ്മൾ സമൂസ ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കണം. സമൂസ ഇനിയും ചുറ്റാൻ അറിയാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലത്തെ ഷേപ്പിൽ ചുറ്റിയെടുക്കാൻ പറ്റുമെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. എനിക്ക് ഭയങ്കര പെർഫെക്ഷൻ കിട്ടില്ല, എന്നാലും കുറച്ചൊക്കെ ഭംഗിയുണ്ടല്ലേ കാണാൻ. അങ്ങനെ ഞാനൊരു 10 സമൂസ ചുറ്റിയെടുത്തു. ഇത് കംപ്ലീറ്റ് ചുറ്റിയാണ്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഗ്യാപ്പ് എൻ്റെ ഫ്രിഡ്ജിലില്ല. ഞാനപ്പോൾ എപ്പോഴും ആലോചിക്കും കേട്ടോ. കുറേ യൂട്യൂബ് ചാനലിൽ ഞാൻ കണ്ടിട്ടുണ്ട് 10-20 സമൂസ, 10-20 കട്ട്ലറ്റ് ഇതൊക്കെ ഉണ്ടാക്കി ഫ്രീസ് ചെയ്ത് വെച്ച് അതിൻ്റെ കൂടെ ഉന്നക്കായ, കല്ലുമ്മക്ക നിറച്ചത്, അങ്ങനത്തെ പലതും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും ഇത്രയൊക്കെ സ്പേസ് ഉണ്ടോയെന്ന്. എൻ്റെ ഫ്രിഡ്ജ് അത്യാവശ്യം വലുതാണ്, പക്ഷെ എൻ്റെ ഇപ്പോൾ ഒരു മുട്ടുസൂചി പോലും വെക്കാൻ സ്ഥലമില്ല. നമ്മൾ നോമ്പാകുമ്പോൾ കുറേ സാധനങ്ങൾ മേടിക്കുമല്ലോ, അതൊക്കെ വെക്കണ്ട, ഫ്രൂട്ടും ഒക്കെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ മിക്സുകൾ മാത്രമേ ഉണ്ടാക്കി വെക്കാറുള്ളൂ. ബാക്കി ഇതുപോലെ ഞാൻ കഴിക്കാൻ നേരത്ത് മാത്രമാട്ടോ ഉണ്ടാക്കുന്നത്. അതുപോലെ ബ്രെഡ് പൊടിച്ച് വെക്കണ പരിപാടി ഇല്ല. അങ്ങനെ അഥവാ ബാലൻസ് വന്നാൽ അതിനൊരു എന്തെങ്കിലുമൊക്കെ ആക്കി വെക്കുക എന്നല്ലാണ്ട് എഗ്ഗൊക്കെ ഒരെണ്ണേ എടുക്കുള്ളൂ. കലക്കി വെച്ചിട്ട് ബാക്കി വരുന്ന രീതിയിലൊന്നും ഞാൻ എടുക്കൂല കേട്ടോ. അങ്ങനെ നമ്മളിതാ കട്ട്ലറ്റിനും കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് ബ്രെഡ് ക്രംസിലൊക്കെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോഴത്തേക്കും റിഹാന് കഞ്ഞി മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ നോമ്പ് കഞ്ഞി 30 ദിവസം നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം, പള്ളിയിൽ നിന്ന് കിട്ടണ നല്ല ടേസ്റ്റാണ്. ഫസ്റ്റ് നോമ്പായതുകൊണ്ട് കുറച്ച് കൂടുതൽ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. ബാക്കി പിന്നെ കസിന് കൊടുക്കും. അത് കഴിഞ്ഞ് ഒരു മുത്തശ്ശിയുണ്ട്, അവർക്കും കൊടുക്കും. പിന്നെ പാത്രം നമുക്ക് കിട്ടും. അങ്ങനെയാണ് കേട്ടോ എപ്പോഴും ചെയ്യാറ്. വലിയ പാത്രത്തിൽ ഇത്രയും കൊണ്ടുവന്നിട്ട് കുറച്ചാണല്ലോ ജിനി എടുത്തിരിക്കുന്നത് എന്നല്ല, ഇത് നമ്മൾ 3 ഫാമിലി കഴിക്കാനുള്ളതാണ് കേട്ടോ. പിന്നെ നാരങ്ങ വെള്ളം കൂടെ കലക്കി വെച്ചു. വേറെ ജ്യൂസ് ഒന്നും ഞാൻ ഇന്ന് ഉണ്ടാക്കിയിട്ടില്ല. ഇനി അത് ഓരോ ദിവസമായിട്ട് നമുക്കിങ്ങനെ ഓരോന്നായിട്ട് തുടങ്ങാം. അപ്പൊ ഇതും കൂടെ ഒന്ന് ഫ്രിഡ്ജിൽ ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നാരങ്ങ വെള്ളം കലക്കിയിട്ട്. പിന്നെ സമയമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളൊരു 10 സമൂസ, 10 കട്ട്ലറ്റ്. ഞാൻ അങ്ങനെ 2 ഐറ്റം ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് തന്നെയുള്ള ഉണ്ടാക്കുക. അങ്ങനെ കളയാൻ മാത്രം ഉണ്ടാക്കില്ല, ഓവറായിട്ട് ഈറ്റ് ചെയ്യാൻ മാത്രം ഉണ്ടാക്കില്ല. കുറെ ഉണ്ടാക്കി വെച്ചാൽ പിള്ളേർ അത് ഇങ്ങനെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കും. അതും അത്ര നല്ലതൊന്നല്ലല്ലോ. മാക്സിമം ഫ്രൂട്ടും ജ്യൂസും പോട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുക. പിന്നെ ഇത് ഇടയ്ക്കൊന്ന് കടിക്കാനില്ലെങ്കിൽ അവർക്കൊരു ഉഷാറുണ്ടാവില്ല. അങ്ങനെ നമ്മൾ 2 ഐറ്റം ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്.
പിന്നെ നോമ്പിന് ഒരു സ്പെഷ്യൽ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും അല്ലേ? ഉപ്പും എരിവും എല്ലാം കറക്റ്റ് ആയിരിക്കും. അതേപോലെ തന്നെയായിരുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ സമൂസയിലും എല്ലാം കറക്റ്റ്. സമൂസയിലും കട്ട്ലറ്റിലും കേട്ടോ. അങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് കൊണ്ടുപോയി നിരത്തി വെച്ചു. പിള്ളേരിങ്ങനെ വെക്കുമ്പോൾ എന്തിനാ എത്ര പ്ലേറ്റ് എന്നൊക്കെ എന്നോട് ചോദിക്കണം. അവരുടെ വിചാരം ഞാൻ അവരോട് ഇവിടെ നോമ്പ് തുറക്കാൻ പറയുന്നൊക്കെയാണ് തോന്നുന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ല, പള്ളിയിൽ പോയിട്ട് നോമ്പ് തുറന്നിട്ട് വാ എന്നും പറഞ്ഞിട്ട് പറഞ്ഞു. പിന്നെ പള്ളിയിൽ പോയി നോമ്പ് തുറന്ന് കഴിഞ്ഞ് വന്നാൽ കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാവും കേട്ടോ. അങ്ങനെ ഇന്നത്തെ നമ്മുടെ നോമ്പ് തുറ ഒരുപാട് ആർഭാടങ്ങളൊന്നും ഇല്ലാത്തൊരു നോമ്പ് തുറ. ഇനി അങ്ങോട്ടും ഇങ്ങനെയൊക്കെ തന്നെ ആക്കണം തന്നെയാണ് എൻ്റെ മൈൻഡിൽ. ഇനി ലാസ്റ്റ് നമുക്ക് കുക്കിംഗ് ഭ്രാന്തായിട്ട് ഒരുപാട് ഉണ്ടാക്കുമെന്നും എനിക്കറിയില്ല കേട്ടോ. ഒന്നോ രണ്ടോ എണ്ണക്കടി അതന്നെയാണ് ഏറ്റവും നല്ലത്. അതുപോലും കഴിക്കേണ്ടെന്നല്ല ഇപ്പം എല്ലാവരും പറയണത്. പക്ഷെ ഇതില്ലാണ്ട് നിങ്ങൾക്ക് കഴിയാറുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഡയറ്റൊക്കെ നോക്കണവർക്ക് എന്തായാലും സാധിക്കും. ഞാൻ പക്ഷേ ഒരുപാട് ഫ്രൂട്ടാണ് കേട്ടോ ഇന്ന് കഴിച്ചത്. ഇതാണ് എൻ്റെ പ്ലേറ്റ്. മറ്റേ കട്ട്ലറ്റ് സമൂസയൊക്കെ അടുത്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഒരു അര ഗ്ലാസ് നാരങ്ങ വെള്ളം വെച്ചു. മാക്സിമം വെള്ളം മാത്രം കുടിക്കാമെന്ന് വിചാരിച്ചു ഒരു ബോട്ടിൽ വെള്ളം വെച്ചു. അങ്ങനെ ബാങ്ക് കൊടുത്തപ്പോൾ നമ്മളിതാ നോമ്പ് തുറക്കലും കഴിഞ്ഞു. പിന്നെ പിള്ളേരൊക്കെ വരുന്ന ആ സമയം നോക്കിയിരുന്നു. ചായയൊന്നും പിന്നെ അവർക്ക് വേണ്ട കേട്ടോ. അവിടുന്ന് കോഫി എന്തോ കിട്ടും തോന്നുന്നു. അപ്പോൾ ചായ വെക്കുമ്പോൾ ഇനിയിപ്പോൾ എനിക്കും ഉമ്മാക്കും ഉപ്പാക്കും മാത്രം വെച്ചാൽ മതി. അങ്ങനെ നോമ്പ് തുറക്കൽ കഴിഞ്ഞു. ഇതിൻ്റെ കൂടെ തന്നെ പത്തിരിയും നൂൽപുട്ടും ഒക്കെ കഴിക്കുന്ന കുറേ ഫാമിലി എനിക്കറിയാം. കാരണം എന്താണെന്നറിയോ, പണി അത്രയും കുറഞ്ഞു കിട്ടും. അങ്ങനെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും സമയം അത്ര ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചായ വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ അതൊക്കെ നോമ്പ് തുറക്കുമ്പോൾ ടേബിളിൽ കൊണ്ടുവച്ചിട്ട് ഒരൊറ്റ ട്രിപ്പ് കഴിക്കുക. അപ്പോൾ വീട്ടിലുള്ള ആരാണോ പണിയെടുക്കുന്നത് അവർക്ക് ഭയങ്കര റിലാക്സ് ആയിരിക്കും കേട്ടോ. മറ്റേത് സാധാരണ ദിവസത്തിനെക്കാട്ടിലും ഒത്തിരി പണി ഉണ്ടാക്കി കൊടുക്കാതിരിക്കാൻ വീട്ടിലുള്ളവർ മാക്സിമം ശ്രമിക്കുക. പണി ഉണ്ടാക്കി കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക, കൊടുക്കാനല്ല. അപ്പൊ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. പേജ് ഒന്ന് ഫോളോ ചെയ്യണേ.